ഹേ ഗായ്സ്, നമുക്ക് ഇന്ന് നല്ല മഴയൊക്കെ ഉള്ള ദിവസമാണ്. അപ്പം നമുക്ക് ഇന്ന് വയലും തോടും ഒക്കെ ഒന്ന് പോയി കണ്ടിട്ട് വരാം. പോവാം ഗായ്സ്, നമുക്ക് തോട്ടിലോട്ട് ആദ്യം തന്നെ പോവാം. നല്ല മഴയൊക്കെയാണ്. നിങ്ങളുടെ അവിടെ മഴയൊക്കെ ഉണ്ടായിരുന്നോ? ഇവിടെ ഇന്നലെ രാത്രി തൊട്ട് നല്ല മഴയായിരുന്നു. ഇവിടെ മൊത്തം ചേമ്പലയൊക്കെയാണ് ഗൈസ്. ഇത് തോടാണ്. ഇപ്പം ഇത്ര നാൾ അത്ര മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ വെള്ളമൊന്നുമില്ല. ഇപ്പോൾ കുറച്ച് ഒരു ദിവസം ഇന്ന് രാത്രി തൊട്ട് കുറച്ച് മഴയൊക്കെ പെയ്യുമ്പോൾ ഇപ്പോൾ കുറച്ച് വെള്ളമുണ്ട്. പിന്നെ അവിടെ കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെയാണ്. ചേനയൊക്കെയാണ് ഗൈസ് ഇവിടെ നിറച്ച്. പിന്നെ ഇവിടെ വാഴയുണ്ട്, തെങ്ങുണ്ട്, ഇവിടെ നമുക്ക് കാണാൻ പ്ലാവുണ്ട്. ഇതൊക്കെ ഉണക്കാലം ആകുമ്പോഴത്തേക്ക് ഇവിടെയൊക്കെ നിറച്ച് ചക്കയാണ്. ഇവിടെ നിന്ന് രാത്രി തൊട്ട് ഭയങ്കര മഴയായിരുന്നു അല്ലേ? വയലെത്തി, അത് വയല് ഒരു കൊലയൊക്കെ കിടക്കുന്നു. വയലിൽ തവണ കൃഷി ഇറക്കിയതാണ്. നെല്ലൊക്കെ പിടിച്ചു വരുന്നുണ്ട്. ഏതാണ്ട് മൂപ്പത്തി തുടങ്ങി. നെല്ല് കണ്ടില്ലേ? നെല്ല് പിടിച്ചു തുടങ്ങി. നെല്ല് പിടിച്ചു തുടങ്ങി, ആയില്ല, പിടിച്ചു തുടങ്ങിയതേ ഉള്ളൂ. ഈ വയലിലെല്ലാം ഇത്തവണ ഞാറ് നട്ടിട്ടുണ്ട്. ഇവിടെ വ്യാപകമായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. ഇവിടങ്ങളിലുള്ള എല്ലാ വയലുകളിലും കഴിയുന്നതും വർഷത്തിൽ 2 തവണ കൃഷി ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ല വെള്ളമുണ്ട്. ഇതിവിടെ ഇതെന്തിനാണ് ഇങ്ങനെ ഒരു വെള്ളം പോലെ ഇവിടെ ഇങ്ങനെ കൊടുത്തേക്കുന്നത്? വയലിനകത്ത് അധികം വെള്ളം വരുമ്പോഴത്തേക്ക് തുറന്ന് കളയാനാണ്. വെള്ളം അധികം ആവാൻ പാടില്ല. അപ്പം എക്സസ് വരുന്ന വെള്ളം തുറന്ന് കളയുന്നു. അപ്പം ആ വെള്ളം തുറന്ന് കളയുന്നതിനുള്ളതാണ് ഇത്. പിന്നെ വെള്ളം ഇല്ലാകുമ്പോൾ നേരെ തോട്ടിലോട്ടാണ് പോകുന്നത്. വയലിൽ നിന്നുള്ള വെള്ളം വരുന്നത്. ഇപ്പുറത്തോട്ടും ഒക്കെ ഒരു വയൽ പോലെയാണ്. അതുകൊണ്ട് അവിടെയൊക്കെ പോത്തിനെയൊക്കെ കൊണ്ടുവന്ന് കെട്ടിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഈ പോസ്റ്റ് കമ്പിയുടെ മേലെ കിളികളും പിന്നെ വാഴയിലയും എല്ലാം കൂടെ നല്ലൊരു വൈബാണ്. ഈ തോടും പിന്നെ വേറെ കുറച്ച് തോടും ഒക്കെ ഒഴുകി അവിടെ എത്തിയിട്ട് അതൊരു ആറായിട്ട് മാറും. അത്യാവശ്യം നല്ല വെള്ളമുണ്ട് ഉള്ള ആറാണ്. ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് നല്ല വെള്ളമായിരിക്കും. പിന്നെ അവിടെ ഒരു പാലമൊക്കെ ഉണ്ട്. ഇടയ്ക്ക് വെച്ച് ഭയങ്കര മഴയായിട്ട് ആ പാലത്തിൻ്റെ ഒരു സൈഡൊക്കെ അങ്ങ് പൊളിഞ്ഞു പോയി. നമുക്ക് ആറൊക്കെ കാണാം. ഇവിടെയൊക്കെ വയലാണ്, കണ്ടോ? ഈ സൈഡിലൊക്കെ വയലാണ്. ഈ വെള്ളം ഇങ്ങനെ പോയി അതുവഴി കറങ്ങിയാണ് അങ്ങെത്തുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ പാലം. ഇത് ഇടയ്ക്ക് വെച്ച് നല്ല വെള്ളമൊക്കെ വന്നിട്ട് ഈ പാലത്തിൻ്റെ കയറുന്ന സ്ഥലമൊക്കെ അങ്ങ് പൊളിഞ്ഞു പോയി. അപ്പോൾ കുറേ കമ്പൊക്കെ വെച്ച് ആണ് വെച്ചേക്കുന്നത്. ഇവിടെയൊക്കെ മൊത്തം കാടാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ആറ്. അത്യാവശ്യം നല്ല ആഴവും ഉള്ള ആറാണ്, നല്ല വെള്ളമുള്ള ഒരു ആറാണിത്. കണ്ടോ, ഈ ആറിങ്ങനെ ഒഴുകി പോവുകയാണ്. നല്ല കലങ്ങിയ വെള്ളമാണ്, മഴയൊക്കെ വരുന്നോണ്ടായിരിക്കും. എന്നാലും അത്യാവശ്യം നല്ല വെള്ളമുണ്ട്. വെള്ളമൊന്നും ഇല്ലാതെ കിടന്നതാണ്. അപ്പോൾ എന്തായാലും മഴയൊക്കെ പെയ്തുകൊണ്ട് നല്ല വെള്ളമുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ആ പാലത്തിൽ നിന്ന് കയറാം ഗൈസ്. ഇവിടെയൊക്കെ വഴി വളരെ ചെറുതാണ്. നമുക്ക് സൂക്ഷിച്ച് കിടന്നില്ലെങ്കിൽ വയലിൽ വീഴും. ഗൈസ്, അപ്പോൾ നമുക്ക് പാലത്തിലോട്ട് കയറാം. അങ്ങനെ സക്സസ്ഫുള്ളി പാലത്തിൽ കയറി. ഇതാണ് കണ്ട, ആ സൈഡിൽ നിന്നൊക്കെ ഒരു ആറ് വന്ന് ചേരുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. ആ കാണുന്നത് ഈ വന്നതോടെ തന്നെ കറങ്ങി വരുന്നതാണ്.
അത്യാവശ്യം നല്ല ഒഴുക്കുണ്ട്. ഈ പാലത്തിലുമൊക്കെ വെള്ളമാണ്, നല്ല ഒഴുക്കുണ്ട്. പണ്ട് പണിതാണ് ചെമ്മരുതി പഞ്ചായത്ത് 1959 എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത്രയും പഴക്കമുള്ള 50-60 വർഷം പഴക്കമുള്ള പാലമാണിത്. ഇതിൻ്റെ ഈ ഭാഗം പൊളിഞ്ഞു പോയിട്ട് തന്നെ ഇപ്പോൾ 10-20 വർഷം കഴിഞ്ഞു. നല്ല ഒഴുക്കുണ്ട്. ഇവിടെയൊക്കെ മൊത്തം കാടും പിന്നെ കുറേ കാട്ടുവള്ളികളും ഒക്കെ പടർന്ന് കിടക്കുകയാണ്. ഇവിടെ ഇങ്ങനെ ഓരോരോ പൂക്കളൊക്കെ ഉണ്ട്, കാട്ടുപൂക്കളൊക്കെയാണ്, പക്ഷെ കാണാൻ നല്ല രസമുണ്ട്. നല്ല സൗണ്ട് കേൾക്കാം ആറിങ്ങനെ ഒഴുകുന്നുണ്ട്. ഈ വെള്ളം നേരെ ചെന്നെത്തുന്ന അവിടെ ഒരു അണ പോലെയുണ്ട്, എന്ന് വെച്ചാൽ ഈ വെള്ളം ഇങ്ങനെ അടച്ചു നിർത്തുന്നത്. അപ്പോൾ അവിടെ ഒരു വയലിലോട്ടൊക്കെ വെള്ളത്തിന് ആവശ്യമായിട്ടുള്ളതാണത്. അവിടെ ഒരു വയലുണ്ട്, അപ്പോൾ അതിനുവേണ്ടി വെള്ളത്തിന് ആവശ്യത്തിന് വേണ്ടി ഈ അണ വെച്ചേക്കും. അടച്ചു നിർത്തി ഈ വയലിൽ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം എത്തിക്കാനായിട്ടുള്ള അണയാണ്. അവിടെ പലക കിട്ടും, തടി കൊണ്ടുള്ള പലകയുണ്ട്. ആ പലക ഇട്ട് അടച്ച് വെള്ളം അകത്തോട്ട് കയറ്റും. ഈ അണ എപ്പോഴാണ് തുറക്കുന്നത്? വലിയ മഴക്കാലമൊക്കെ വരുമ്പോൾ തുറക്കും, മുടക്കുകാലം വരുമ്പോൾ അടച്ചു നിർത്തും. വയലിൽ വരുമ്പോൾ തുറന്നു വിടും. കൃഷി ആവശ്യത്തിന് വേണ്ടിയൊക്കെയാണ്. അപ്പോൾ അത് കാണാൻ നല്ല രസമാണ്. അപ്പോൾ വലിയ കാടില്ല, അങ്ങോട്ട് പോകാൻ പറ്റുമെങ്കിൽ അതുകൂടെ കാണിക്കാം. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ല അവിടെയും ഒരു വയലൊക്കെയാണ്. അങ്ങനെ ഈ വരമ്പ് അവസാനിച്ച് നമ്മൾ വീണ്ടും കാട്ടിലോട്ട് കയറുകയാണ്. ഇപ്പം നല്ല സൗണ്ട് കേൾക്കാം. ഇടയാണ്ട് ഇവിടെ സൈഡിലാണുള്ളത്. ഫുള്ള് വെള്ളമാണ്. ഇനി നമുക്ക് ഈ വെള്ളത്തിലൂടെ പോകാനേ പറ്റും. നമ്മളങ്ങനെ ആറ്റിൻ്റെ അങ്ങോട്ട് എത്തി. ഇതാണ് ആറ്. ഭയങ്കര വെള്ളമാണ് ഇവിടെ. പക്ഷെ ഇവിടെ ഭയങ്കര കാടാണ്, പോകാനും പാടാണ്. നമ്മൾ ആ ആനയുടെ അവിടെ വളരെ കഷ്ടപ്പെട്ട് അഡ്വഞ്ചറസ് ആയിട്ട് എത്തി ഗായ്സ്. ഭയങ്കര സൗണ്ടാണ്, ഞാൻ പറയുന്നത് കേൾക്കാമോ? നല്ല സൗണ്ടാണ്, ഭയങ്കര ആറാണ്, വീണ് പോയാൽ തീർന്നു. കണ്ടോ ഗായ്സ്? ഇതാണ് ഗായ്സ് ആ വെള്ളച്ചാട്ടം. വെള്ളച്ചാട്ടം അല്ല, ഇത് അണാന്ന് പറയും. ഇവിടെ വെള്ളം അടച്ചു വെച്ചിരുന്നതാണ്. ഇപ്പം അതിൻ്റെയൊക്കെ മേളിലൂടെ ആണ് ഈ വെള്ളം പോകുന്നത്. മഴയായതുകൊണ്ടാണ് ഇത്രയും വെള്ളം. അവിടെ നിങ്ങൾക്ക് അവിടെ ഒരു പലക പോലെയൊക്കെ കാണുന്നില്ലേ? ഇല്ല, കാണുന്നത് സമ്മർ സീസണിലൊക്കെ അതിൻ്റെ മേളിലൊക്കെ വന്ന് നിൽക്കായിരുന്നു. ഈ പലകയുടെ താഴോട്ടേ വെള്ളം കാണുള്ളായിരുന്നു. ഇപ്പം നല്ല വെള്ളമാണ് ഇവിടെ. ഇവിടെ ഒരു തിട്ടയാണ്, അപ്പം ഇവിടെ നമുക്ക് ഇറങ്ങാം. ഇതാണ് ആ വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞത്. ഏതാണ്ട് ഭയങ്കര ശക്തിക്കാണ് ഒഴുകുന്നത്. ഇവിടെയൊക്കെ നല്ല ആഴമുണ്ട്. ഈ ഒരു തിട്ട പോലെ കാണുന്നതിൻ്റെ അവിടം വരെ ഉള്ളൂ, ബാക്കി അങ്ങോട്ട് നല്ല ആഴമാണ്. ഞാൻ ഇവിടെയൊക്കെ ചെറിയ ചുഴി പോലെയൊക്കെ ഉണ്ട്. ഈ ചുഴിയൊക്കെ നമ്മൾ കണ്ടാൽ ചെറുതായിരിക്കുമെങ്കിലും വീണ് കഴിഞ്ഞാൽ തീർന്നു. ഈ കാണുന്ന ഒരു പടിയാണ്. ഇവിടെ വെള്ളമൊന്നും ഇല്ലാത്തപ്പോൾ ആൾക്കാരൊക്കെ ഈ പടി വഴി ഇറങ്ങി അങ്ങ് പോകും. പക്ഷെ ഇപ്പം ഭയങ്കര വെള്ളമായിട്ട് ഇവിടെ ആരും ഇറങ്ങത്തില്ല. അങ്ങനെ നമ്മൾ വീണ്ടും ആ പാലത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. 1959 വേണ പാലമാണ്. എങ്ങനെ ഇടിഞ്ഞ് വീഴുമെന്തോ. ഈ പാലത്തിലും മൊത്തം വെള്ളമാണ്. ഇനി ഇവിടെ നിന്ന് ഇറങ്ങുന്നതാണ് ഗൈസ് ടാസ്ക്. അതായത് നമ്മൾ സക്സസ്ഫുള്ളി വെള്ളച്ചാട്ടം വരെ പോയി. നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഗൈസ് കഷ്ടപ്പെട്ട് പോയത്. ഈ കഷ്ടപ്പാടിന് വേണ്ടി നിങ്ങൾ കുറച്ച് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നമ്മൾ നടന്ന് തിരിച്ച് ആദ്യം കണ്ട വയലിൻ്റെ അവിടെ എത്തി. ഇപ്പോൾ നമ്മളങ്ങ് എത്തും. അപ്പോൾ ഇവിടെയും ഞാൻ പറഞ്ഞ പോലെ ഒരു കാട്ടുചെടി പോലത്തെ ഒരു സാധനമുണ്ട്. ഇത് കാണാൻ നല്ല രസമുള്ളൊരു പൂവാണിത്. നല്ല രസമുള്ളതാണ്. ഇവിടെ എന്തോ നാട്ടിലെന്തോ കാളപ്പൊട്ടെന്നോ അങ്ങനെ എന്തോ കണ്ടാണ് ഇതിനെ പറയുന്നത്. അതിൽ കാണാൻ നല്ല രസമുണ്ട്. അടുത്തായിട്ട് ഞാൻ പറയാം കുളത്തിലോട്ട് പോകാം. ഇതാണ് കുളം. കുളത്തിലൊക്കെ ആകെ പായലൊക്കെയാണ്. അത് അത്യാവശ്യം വെള്ളമുണ്ട്. ഇടയ്ക്ക് വെച്ച് ഉണക്ക് കാലത്തൊക്കെ ഇതങ്ങ് താഴ്ന്നങ്ങ് പോയായിരുന്നു. പക്ഷെ ഇപ്പോൾ നല്ല വെള്ളമുണ്ട്. എന്തായാലും അത്രയുള്ള ഗൈസ് ഇന്നത്തെ വ്ളോഗ്.
പിന്നെ ഇതേപോലുള്ള ഹിഡൻ ആയിട്ടുള്ള സ്പോർട്സ് എക്സ്പ്ലോർ ചെയ്യുന്ന ഇതേപോലുള്ള വീഡിയോകളെല്ലാം വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. ഓക്കെ ഗായ്സ്, ബൈ.